നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ സംസാരിക്കാത്ത ഒരു കണ്ടന്റ് ഉള്ള ഒരു സിനിമയാണ്. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും കേരളത്തിൽ നിന്ന് പോയി മുംബൈയിൽ നിന്ന് പോയി അങ്ങനെ ആ ഒരു ജീൻ്റെ ഒരു യാത്രയുണ്ട്. സിനിമയ്ക്ക് ആ സ്ഥലങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമുക്ക് വേറൊരു സ്ഥലത്തുകൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സഞ്ചാരം പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കണ്ടാൽ കിട്ടുന്ന ഒരു ഫീലിങ്സ് എന്താണോ അത് കൃത്യമായിട്ട് ആ സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മകനെ ഇപ്പോൾ 5 വയസ്സ് ഞാൻ ഇതുവരെ അവനെ അടിച്ചിട്ടില്ല. കാരണം അവൻ എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഞാൻ അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് ഒരു സ്നേഹത്തോട് കാര്യം പറഞ്ഞാൽ അവനത് ചെയ്യും, അവനത് കേൾക്കും. അങ്ങനെ ആ എമർജൻസി നമ്മളോട് വിളിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ഒന്ന് പിക്ക് ചെയ്യും. ഭയങ്കര റെസ്പോൺസ് ആവും. ഓൺ ദ സ്പോട്ട് അവർ റെസ്പോണ്ട് ചെയ്യും. ഈവൻ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ വീട്ടിലൊരു വഴക്ക് പറഞ്ഞിട്ട് നാളെ കുട്ടി സ്കൂളിൽ പോയിട്ട് ടീച്ചറെടുത്ത് പറയണം, അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു, ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ പ്രശ്നമാണ്. പേടിപ്പിച്ചിട്ടല്ലോ അനുസരിക്കേണ്ടത്. നമുക്ക് സ്നേഹത്തോട് അനുസരിപ്പിക്കാൻ പറ്റും, ഭയങ്കര രസത്തോടെ അനുസരിപ്പിക്കാൻ പറ്റും. ശരിക്കും ഈ സിനിമ നമുക്ക് മലയാളീസിന് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഏതൊരു ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിൽ അതും വിദേശ രാജ്യത്ത് വെച്ച് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു. സ്വന്തം കുഞ്ഞിനെ ആ രാജ്യത്തിൻ്റെ ഒരു നിയമം വെച്ച് അങ്ങോട്ട് മാറ്റപ്പെടുന്നു. അതുണ്ടാകുന്നൊരു ഇമോഷൻ ഉണ്ടല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനും, പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തും കൂടിയാണ് ആ കുഞ്ഞിനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ആകെ ഒരേ ഒരു മോള്. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. എന്തായാലും അവസാന നിമിഷം നമ്മൾ അറിയാതെ കൈയടിച്ച് പോകുന്ന ഒരു മൂവിയാണ് ബിഗ് ബെൻ. വളരെ സ്റ്റാൻഡേർഡ് ആൻഡ് ക്യൂരിയോസിറ്റി, ത്രില്ലിംഗ് നിറഞ്ഞ ഒരു ഫാന്റാസ്റ്റിക് മൂവി. അപ്പോൾ ഇന്ന് ഇന്നിപ്പം നമ്മുടെ ഒപ്പം വന്നിരിക്കുന്നത് അനുമോഹനാണ്. വെൽക്കം ബ്രോ. താങ്ക് യു റോജി. താങ്ക് യു സർ. എന്താണ് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം. കാരണം നമ്മൾ ഒരുപാട് നാളത്തെ ഒരു എഫേർട്ട് ഈ സിനിമയുടെ പുറകിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതിനൊക്കെ ശേഷം എല്ലാവരുടെയും കൂടെ ഓഡിയൻസിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന സിനിമ കണ്ടപ്പോൾ അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു ആവേശം കിട്ടിയപ്പോൾ, അതിൻ്റെ ഒരു എസെൻസ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. റെസ്പോൺസിബിലിറ്റി വലുതായിരുന്നു ശരിക്കും സിനിമയിൽ. കാരണം ഒരു വലിയൊരു മാറ്റം, അതായത് വളരെ സ്റ്റാൻഡേർഡായ, അതായത് വിദേശ രാജ്യത്ത് അത്രയും ഒരു ഫാന്റാസ്റ്റിക് ആയിട്ട് ആ മൂവി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ മൂവിയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്താണെന്ന്. അതിൻ്റെ ഒപ്പം തന്നെ മാനസികമായും ശാരീരികമായും റെസ്പോൺസിബിലിറ്റി ഭയങ്കര വലിയൊരു ക്യാരക്ടറാണ് ചെയ്തത്. കാരണം ത്രൂ ഔട്ട് ഇമോഷനാണ് ആ മൂവിയിൽ നമ്മൾ കാണുന്നത്. അതായത് ഒരു അച്ഛൻ എന്നൊരു ഇമോഷനും ഒരു ഭർത്താവ് എന്ന റെസ്പോൺസിബിലിറ്റിയും, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു അവസ്ഥയും, എത്രത്തോളം തയ്യാറെടുപ്പുണ്ടായി? തയ്യാറെടുപ്പ് എൻ്റെ അടുത്ത് ഡയറക്ടർ ബിനോയ് അഗസ്റ്റിൻ എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞത് 2020 അപ്പോൾ 20 എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ലണ്ടൻ ബേസ്ഡ് ആയിട്ടൊരു കഥയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചേട്ടാ ഒന്ന് വായിക്കാൻ, ഫോണിൽ കൂടെയാണ് വിളിച്ചത്, വായിക്കാൻ എന്തെങ്കിലും അപ്പം അയച്ചു തരാം. അപ്പോൾ ഞാൻ കരുതി 1 ലൈൻ ആയിരിക്കും അയച്ചു തരുന്നത്. അപ്പം ഫുൾ സ്ക്രിപ്റ്റായിട്ടാണ് എനിക്ക് മെയിൽ അയച്ചത്. അപ്പോൾ അങ്ങനെ ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതുവരെ മലയാള സിനിമയിൽ സംസാരിക്കാത്ത ഒരു കണ്ടന്റ് ഉള്ള ഒരു സിനിമയാണ്. അതിനകത്ത് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്ന, അണ്ടർലൈൻ ചെയ്തു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിട്ട് തോന്നി. പ്ലസ് ഇത് വായിച്ചപ്പോൾ എനിക്കിത് ഭയങ്കര, ആ സമയത്ത് എനിക്കിതേപോലെ ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഈ ബിനോയ് അഗസ്റ്റും ഞങ്ങളും കൂടെ ഒരു ഡിസ്കഷൻസും കാര്യങ്ങളിലും ഒക്കെ കൂടെ നമ്മൾ ഒരു സിങ്ക് ആവുമല്ലോ. സിങ്ക് ആയപ്പോൾ എനിക്ക് ആ ധൈര്യം കിട്ടി. അങ്ങനെ തന്നെയാണ് നമ്മൾ UK പോകുന്നതും ചെയ്യുന്നതും. ഇപ്പം ഇതിനകത്ത് ജീൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭാര്യയോട് സ്നേഹമില്ല എന്നല്ല, ഭാര്യനെ എവിടെയോ ഒക്കെയോ ഒരു ടേക്കൺ ഫോർ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു റൂഡ്നെസ്, ശരിക്കും റൂഡ്നെസ്സും പിന്നെ പുള്ളിയുടെ സ്വഭാവത്തിൽ എവിടെയൊക്കെയോ ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയി ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ആണുങ്ങളുടെ വിഭാഗത്തിലുള്ളതാണ്. പക്ഷേ അത് മൊത്തത്തിൽ 100% അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു ഡോമിനന്റ് സ്വഭാവം കീപ്പ് ചെയ്യുന്ന ഒരു ആണാണ്. അപ്പം എന്നാൽ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ആളുകൾ ഒത്തിരി ഉണ്ട്, കാണിക്കാൻ പറ്റുന്നില്ല അവർക്ക്. അവർ ചിലപ്പോൾ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ. അതെ, പ്രത്യേകിച്ച് കുറച്ചുകൂടെ മുന്നിലുള്ള സമയങ്ങൾ നമ്മൾ അയ്യോ എന്ന് പറയുന്ന പുരുഷന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ ഫാമിലിയിൽ വേണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ജീൻ. പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സാധനമാണ്. അപ്പം ഒരുപാട് പെർഫോമൻസ് സാധ്യതയുണ്ടെന്ന് തോന്നി. ഇപ്പോൾ പ്രിപ്പറേഷൻസ് ഈ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം കൂടുതലും ഈ മെന്റലി ആണ് അതിലേക്കൊന്ന് സിങ്ക് ആവേണ്ടിയിരുന്നത്. അപ്പോൾ അത് ബിനോയ് അഗസ്റ്റിൻ എൻ്റെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി വേണമെങ്കിലും പുള്ളിയെ വിളിക്കും, പുള്ളി തിരിച്ചു വിളിക്കും, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കഷൻസ് നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് പതുക്കെ ഇന്നായത്. ബ്രോയും അതിഥിയും പുറത്ത് നല്ല സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ അത് എത്രമാത്രം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ 12th മാനിലാണ് ആദ്യം അഭിനയിക്കുന്നത്. അപ്പം 12th മാനിൽ മുന്നേ എൻ്റെ അടുത്ത് വിനോദ് ചേട്ടൻ ഈ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12th മാനൊക്കെ ഷൂട്ട് റിലീസായി കഴിഞ്ഞിട്ടാണ് അതിഥിയുടെ ഒരു ഷോർട്ട് ഫിലിം എന്തോ വിനോദ് ചേട്ടൻ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തിട്ട് ഈ ക്യാരക്ടറിലേക്ക് അതിഥി മാച്ച് ആവും എന്നിട്ട് എന്താ ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു അതിഥി സംസാരിക്കും,
എന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചിട്ട് അതിഥി ഇന്നാവുന്നത്. അപ്പം ഈ സൗഹൃദമുള്ളത് കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒന്ന് സീൻ ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണല്ലേ, കാരണം ഇപ്പം നമ്മളിപ്പോൾ എത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു എന്നോ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പ്രേക്ഷകർക്ക് എന്തുമാത്രം ഡെലിവറി ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ സിനിമ എങ്ങനെ എടുക്കുന്നുള്ളതാണ്. അവരുടെ ലൈഫുമായിട്ട് ഈ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അത് നടക്കുന്ന സിറ്റുവേഷൻ എത്രമാത്രം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളതാണ് പ്രേക്ഷകരെ സംബന്ധിച്ച് അവർ നോക്കുന്ന കാര്യം. ഒരു പക്ഷേ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ വളരെ നല്ലൊരു പ്രേക്ഷക അഭിപ്രായമാണ് പുറത്തോട്ട് നമ്മൾ കണ്ടത്. പിന്നീടാണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, കാരണം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസാണ് ശരിക്കും അതൊരു പ്രത്യേകിച്ച് ഒരു ഫാമിലി. പിന്നെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിക്ക് 100% കാണാൻ പറ്റുന്ന ഒരു മൂവിയാണെന്നുള്ളതാണ്. ഒരു തരത്തിലും അതിനിടയിൽ ഒരു എന്താ പറയുക, ഒരു നമ്മളിപ്പോൾ നോർമൽ മൂവീസിൽ ഉപയോഗിക്കുന്ന ഒരു ഡബിൾ മീനിങ്സോ അല്ലെങ്കിൽ വേറൊരു സാധനങ്ങളൊന്നുമില്ല. കുട്ടികൾക്ക് ഇരുന്നാൽ പോലും അവർക്ക് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഒരു യാത്ര ചെയ്താൽ, ഒരു UK നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് കാണുന്ന ഇപ്പോൾ സഞ്ചാരം പോലുള്ള പ്രോഗ്രാംസ് നമുക്ക് കണ്ടാൽ കിട്ടുന്ന ഒരു ഫീലിങ്സ് എന്താണോ അത് കൃത്യമായിട്ട് ആ സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് UK ഫുള്ളും എനിക്ക് തോന്നുന്നു നമ്മൾ കാണാത്ത പല ലൊക്കേഷൻസും അതിൽ കാണുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് പല ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് അവർക്ക് ആ മൂവിയിൽ നിന്ന് കിട്ടുന്നത്. ഒരു അച്ഛൻ എന്തായിരിക്കണം, ഒരു മകൾക്ക് വേണ്ടി അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്നും ഒരു ഭാര്യയ്ക്ക് വേണ്ടിയും ഒരു കുറ്റബോധം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമോഷൻസും എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ UK നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതാണ്, അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ജീൻ സഞ്ചരിക്കുന്ന വഴികൾ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു ലൊക്കേഷനിൽ പോയി വിഷ്വൽ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി ചെയ്തതല്ല. അപ്പം ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ജീൻ കേരളത്തിൽ നിന്ന് പോയി മുംബൈയിൽ നിന്ന് പോയി അങ്ങനെ ആ ഒരു ജീൻ്റെ ഒരു യാത്രയുണ്ട്. അപ്പം അത് ആ കഥയ്ക്ക് ആവശ്യമാണ്. ഇപ്പം അയർലൻഡ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ലിവർപൂളും മാഞ്ചസ്റ്ററും ബെൽഫാസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇവിടെ ഒന്നും അധികം ഈ അവിടുത്തെ ബെൽഫാസ്റ്റ് ഫെറിയും അയർലൻഡ് എയർപോർട്ടും ഒന്നും അങ്ങനെ ഷൂട്ടിംഗ് പെർമിഷൻ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന സ്ഥലങ്ങളാണ്, നമ്മൾ കാണാറില്ല. അങ്ങനെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അവർ എനിക്കൊന്ന് ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ ടീമൊക്കെ അവിടുത്തെ സിറ്റിസൺസ് ആയതുകൊണ്ട് അവർക്ക് കുറേ കൂടെ അതൊന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അവരുടെ കുറേ നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് അവിടുത്തെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തു. അത് സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലാണ്ട് നമ്മൾ ഒരു വിഷ്വൽ ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി കുറേ യാത്ര ചെയ്ത് അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്തു എന്നുള്ളതല്ല. ആ സിനിമയ്ക്ക് ആ സ്ഥലങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമുക്ക് വേറൊരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അങ്ങനെ നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ വണ്ടികളൊന്നും ഇപ്പോൾ UK ആണെന്ന് പറഞ്ഞിട്ട് ആ സോങ് ഷൂട്ട് ചെയ്യുന്ന ഒരു ക്ലിഫ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളൊരു 1.5 മണിക്കൂർ നടന്നിട്ടാണ് ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് ഞങ്ങൾ നടന്ന് ആ ക്ലിഫിൽ പോയി ഷൂട്ട് ചെയ്ത് ഒരു ഹാഫ് ഡേ ഷൂട്ട് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് എഫേർട്സ് ഉള്ളൊരു സ്ഥലമാണ്. എയർപോർട്ടിലൊക്കെ നമുക്ക് 2 മണിക്കൂറാണ് പെർമിഷൻ കിട്ടുന്നത്. അപ്പോൾ 2 മണിക്കൂറിനകത്ത് നമ്മൾ ഇന്ന് ആ സിനിമയിൽ കാണുന്ന ഒരു ഹ്യൂജ് ക്ലൈമാക്സ് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പം അത്രയും ക്വിക്കായിരിക്കണം. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് പരിപാടികളും ആ ഷൂട്ടിംഗ് പ്രോസസ്സൊക്കെ ഭയങ്കര രസമായിരുന്നു UK. പ്രൊഡ്യൂസേഴ്സ് UK സെറ്റിലായവരാ. അപ്പോൾ ഒരു മലയാള സിനിമയോടുള്ള ഒരു സ്നേഹം, കാരണം 2020 തൊട്ടുള്ള ഒരു ചർച്ചയില്ല സിനിമ, അതെന്തായിരുന്നു? അപ്പോൾ അത് നമ്മൾ അവിടെ UK ഷൂട്ടിന് ചെന്നപ്പോഴാണ് അവിടെ ഒരുപാട് മലയാളി ഫാമിലീസ് ഉണ്ട് ഇഷ്ടംപോലെ. പ്രത്യേകിച്ച് ബിനോജൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ തന്നെ നമുക്ക് ഡയറക്റ്റ് പരിചയപ്പെടേണ്ട ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു. അതല്ലാതെ നമ്മൾ ഓരോ സ്ഥലത്ത് ഷൂട്ടിന് ചെല്ലുമ്പോഴും അവിടെ ഇഷ്ടംപോലെ മലയാളി ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ക്രൂവിലല്ലെങ്കിൽ പോലും അവരുടെ സ്വന്തം സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മളെ അത്രയും ഹെൽപ്പ് ചെയ്തത്. ഓരോ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് ഓണം സീക്വൻസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കുറേ ദിവസം കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയൊരു ഹെക്ടിക് പരിപാടിയാണ്. അപ്പോൾ നമുക്കത് അവിടെ ഈസിലി അവൈലബിൾ അല്ല. നമ്മുടെ നാട്ടിൽ അത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അവിടെ അത്രയും പേരെ നമുക്ക് ക്ലബ് ചെയ്യിക്കാൻ പറ്റുമെന്ന് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അവർ ഓരോ വീട്ടിൽ നിന്നും അവർ അന്നത്തെ ഓണം കോസ്റ്റ്യൂമൊക്കെ അവർ തന്നെ ഇട്ട് നമ്മുടെ കൂടെ ഒരു 6-7 ദിവസം ആ ഫൈറ്റും ആ ഓണവും കൂടെ ക്ലബ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തു. 6-7 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ച് നമ്മളുടെ കൂടെ അത്രയും സഹകരിച്ച് നിന്ന ഒരു ആൾക്കാരായിരുന്നു ഇവർ. ഈ പ്രൊഡക്ഷൻ സൈഡും ഈ പറയുന്ന കാലങ്ങളായിട്ട് അവർ അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അത്രയും വലിയൊരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഹ്യൂജ് സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കോ ആക്ടേഴ്സായിട്ട് അഭിനയിച്ച കുറേ ഫോറിനേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് വളരെ റിയൽ ആയിട്ടുള്ള ആളുകളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ് പിക്ക് ചെയ്തിരിക്കുന്നത്. അവരോടൊപ്പം അഭിനയിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ്. അവരെല്ലാം അവിടെ പ്രൊഫഷണൽ ആക്ടേഴ്സ് ആണ്. അവർ ഒരു ചെറിയ ചെറിയ പരിപാടികളും വലിയ സിനിമകളിലും ഒക്കെ ഭാഗമാകുന്ന ആളുകളാണ്. അപ്പോൾ അവർ നമ്മളെക്കാൾ പ്രൊഫഷണലാണ്. അവരുടെ അടുത്ത് ഈ പറഞ്ഞ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടൊന്നും അല്ല അവർ വരുന്നത്. അപ്പം അവർ വന്ന് ഒരു രാവിലെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ തന്നെ അവർ അതിനകത്തേക്ക് ഭയങ്കരമായിട്ട് ഇന്നാണ്. അപ്പം അവരുടെ ഒരു ആ സാധനം പ്രത്യേകിച്ച് ആ കോർട്ടിലെ സീക്വൻസിലെ ആ വക്കീലായിട്ട് വരുന്ന ലേഡി
അല്ല ശരിക്കും ലാസ്റ്റ് എയർപോർട്ടിൽ ഒരു സീൻ ഉണ്ടല്ലോ അതെ. വെരിഫിക്കേഷൻ ചെയ്യുന്നത് കറക്റ്റ് ആ ലേഡി കറക്റ്റ് തന്നെയാണ്. നമ്മളെന്താണ് നമ്മളൊരു എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മളൊരു കസ്റ്റമേഴ്സ് ഉദ്യോഗസ്ഥരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ചെയ്യുന്ന ആൾ കണ്ടു കഴിഞ്ഞാൽ അവരെന്താണോ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും നമ്മൾ അങ്ങനെയാണല്ലോ, അവർ പാസ്പോർട്ട് കിട്ടുന്ന നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ കുറച്ച് നോക്കി നോക്കുമ്പോൾ ശരിക്കും കറക്റ്റാണ്. നമ്മൾ വിചാരിക്കും ശരിക്കും റിയൽ ആളുകൾ പിക്ക് ചെയ്ത് വെച്ചാക്കുന്നുള്ളൊരു തോന്നൽ നമുക്ക് ശരിക്കും സിനിമ കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ബിനോജന്റെ അടുത്ത് സംസാരിച്ചു, നമ്മൾ ആ മുഖങ്ങൾ എല്ലാവരും ഭയങ്കര ആപ്റ്റാണ്. ഓരോ സീക്വൻസിൽ വന്നു നിന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെ ഫേസ് ആ ക്യാരക്ടറിന് ഭയങ്കര ആറ്റിറ്റ്യൂഡും ഒക്കെ ഭയങ്കര കറക്റ്റായിട്ട് നമുക്ക് അതെന്തൊരു ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ഈ അതിഥിയുമായിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ എങ്ങനെയായിരുന്നു? ഇമോഷൻ ലെവല് നിങ്ങൾ തമ്മിൽ ആ ഇമോഷൻ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു സൗഹൃദമുള്ളത് കൊണ്ട് ഇപ്പം ചില സാധനങ്ങൾ എൻ്റെ അടുത്ത് അഞ്ചേട്ടാ അത് അങ്ങനെ ചെയ്താൽ ശരിയാവും ഇങ്ങനെ എന്നുള്ളൊരു സ്വാതന്ത്ര്യം അവൾക്കും കൊടുത്തിട്ടുണ്ട്, തിരിച്ച് അങ്ങോട്ട് പറയാനുണ്ട്. ഇപ്പോൾ ബിനോചാനാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേരിട്ടും എന്തും പറയാം, അങ്ങനെ ചെയ്തു നോക്കും ഇങ്ങനെ ചെയ്തു നോക്കുന്നു വളരെ. അപ്പോൾ അതിനകത്ത് ഒരു ബ്ലോക്കില്ല. അപ്പം അത് ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓൾറെഡി 2 സിനിമകൾ ഇപ്പം 12th മാൻ കഴിഞ്ഞു, ഹണ്ട് എന്ന് പറയുന്ന ഷാജി സാറിൻ്റെ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതിൽ എൻ്റെ സീനിയറായിട്ടാണ്, കോളേജ് സീനിയറായിട്ടാണ് അതിഥി അഭിനയിക്കുന്നത്. 3ാമത്തെ സിനിമയാണ് ബിഗ് ബെൻ. അപ്പം അതുകൊണ്ട് ആ ഒരു റാപ്പ് ഉള്ളതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ശരിക്കും വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരു കപ്പിൾസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫാമിലീസ് അവർ നേരിടുന്ന കുറേ ഇഷ്യൂസിൽ ഒന്നാണ് ലീഗൽ ഇഷ്യൂസ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളെല്ലാം അവിടെ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആണല്ലോ. ശരിക്കും ഇത് നടന്നൊരു കഥയും കൂടിയാണ്, ട്രൂ സ്റ്റോറിയും കൂടിയാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ളവർ ആരെങ്കിലും അവിടെ വെച്ച് കണ്ടിരുന്നോ നിങ്ങൾ? പിന്നെ കാരണം അതിനകത്ത് ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ ബിനോജൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇൻസിഡൻ്റാണ്. തന്നെയല്ല, ഈ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം തന്നെ ഇതേപോലത്തെ സെയിം ഒരു ഇഷ്യൂ അവിടുത്തെ ഒരു ന്യൂസിൽ ഞാൻ കണ്ടിരുന്നു. അപ്പം ഇത് അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കുന്നതാണ്. അപ്പം ബേസിക്കലി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളതല്ല, ഏത് കുട്ടികളെയും അവർ ഫസ്റ്റ് സ്കൂളിൽ ചേർക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഫസ്റ്റ് സാധനങ്ങൾ അവിടുത്തെ എമർജൻസി കോൺടാക്ട്സാണ്. ഇപ്പോൾ പോലീസ്, ഫയർഫോഴ്സ്, അങ്ങനത്തെ എമർജൻസി കോൺടാക്ട് നമ്പേഴ്സാണ് കുട്ടികളത് ബൈഹാർട്ടാണ്. അപ്പോൾ വീട്ടിൽ പോലും നമ്മൾ കുട്ടികളെ ഒന്ന് തല്ലിയാലോ ഒന്ന് വഴക്ക് പറഞ്ഞാലോ ഇവർ ഈ നമ്പറിൽ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അത്രയും കുട്ടികൾക്ക് ഇമ്പോർട്ടൻസും കൊടുക്കുന്ന ഒരു രാജ്യമാണ് അത്. അപ്പോൾ നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഒരു അങ്ങനെ ആ എമർജൻസി നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ ഒന്ന് പിക്ക് ചെയ്യും. ഭയങ്കര റെസ്പോൺസാണ്, ഓൺ ദ സ്പോട്ട് അവർ റെസ്പോണ്ട് ചെയ്യും. ഈവൻ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ വീട്ടിലൊരു വഴക്ക് പറഞ്ഞിട്ട് നാളെ കുട്ടി സ്കൂളിൽ പോയിട്ട് ടീച്ചറെടുത്ത് പറയണം അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ പ്രശ്നമാണ്. ഉടനെ സ്കൂളിൽ നിന്ന് അവിടെ അതോറിറ്റീസിൽ അറിയിക്കും, അവിടുന്ന് ആളുകൾ വരും, അന്വേഷിക്കും. അപ്പം അത്രയും സീരിയസ് ആയിട്ടാണ് അവർ ഒരു കുട്ടികളുടെ ഒരു മേഖല അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അത് ഈ പറയുന്ന പോലെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വശം എനിക്ക് മനസ്സിലാവുന്നത്. അത് ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണുന്ന പലർക്കും അറിയില്ല. നമ്മൾ ഇവിടെ ഇപ്പം ജീന് പറ്റിയത് അത് തന്നെയാണ്. നാട്ടിൽ നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ സ്വഭാവത്തിൽ കാണും, നമ്മളൊന്ന് വഴക്ക് പറയുമായിരിക്കും, ചിലപ്പോൾ ഒന്ന് തല്ലുമായിരിക്കും. അതേ സ്വഭാവം അവിടെ പോയി കാണിച്ചു കഴിഞ്ഞാൽ ആകെ നേരെ തിരിയും. അതാ ഒരു ലോയുടെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നിയമത്തിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ അതിനകത്തൊരു ഇമോഷൻ അറ്റാച്ച്മെൻറ്റ് കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലായിരിക്കും അല്ലേ. അപ്പം എത്ര അച്ഛൻ, അമ്മ, മകൾ എന്നൊക്കെ പറയുന്ന ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലൊന്നും നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ പറയുന്നത് പോലെ സിസ്റ്റമാറ്റിക് ഒരു സംഭവം ഫോളോ ചെയ്യുന്നത് അവിടെയൊക്കെ തന്നെ. ശരിക്കും ഈ സിനിമ നമുക്ക് മലയാളീസിന് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിങ്ങനെ ചിന്തിച്ച് പോകുന്ന സിനിമയാണ്. കാരണം കുട്ടികളുടെ അവകാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചർ വെച്ചിട്ട് നമുക്ക് കുറച്ച് പിന്നിലോട്ടാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. കാരണം അതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റം ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. അതിലിപ്പോൾ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്കുള്ള ഓതറൈസ്ഡ് ആയ ഏജൻസികളാണെങ്കിൽ പോലും അത്ര ആക്റ്റീവ് അല്ല ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത്രത്തോളം ഉള്ളൂ എന്ന് പറയുന്നത് പറയായിരിക്കും നമ്മുടെ സാഹചര്യം. അതായത് ഈ സിനിമ ശരിക്കും പറയുന്ന മെസ്സേജ് വലുതാണ്. അതായത് കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന തുല്യമാണ്. കാരണം കുട്ടികളാണ് വളർന്നു വരുന്നവർ. ഏതെങ്കിലും ഒരു ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ട്രോമ സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷൻ സംഭവിച്ചാൽ ഒരു പക്ഷേ അവിടെ മുതൽ ആ കുട്ടിയുടെ ബിഹേവിയർ മാറി തുടങ്ങും. പിന്നീട് ആ കുട്ടി വലുതായി കഴിയുമ്പോൾ ക്രിമിനലായി പോയിരുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളവരോ അല്ലെങ്കിൽ കുറച്ച് അക്രമവാസന ഉള്ളവരെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരിക്കും ബേസിക്കലി കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെയാണ്. അതായത് സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു വേർഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലാതിരിക്കണം കൂടുതൽ ഇന്ത്യയിൽ കുട്ടികൾ സുരക്ഷിതരല്ല. കുട്ടികളാണ് സുരക്ഷിതരല്ലാത്തത്.
സ്ത്രീകൾക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക തിരിച്ചു പറയാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഒരു ഏജ് കഴിഞ്ഞല്ലോ, ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് തിരിച്ചു പറയാം. പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യും? അതിപ്പോൾ ആൺകുട്ടികളോ പെൺകുട്ടികളോ നല്ല വ്യത്യാസമല്ല ഞാൻ പറയുന്നത്. ശരിക്കും കുട്ടികൾ സുരക്ഷിതരല്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അത്? അത് ബേസിക്കലി ഈ പറയുന്ന ഒരു അച്ഛൻ അമ്മ വീട്ടിൽ നിന്നുണ്ടാകുന്ന ഒരു സൗഹൃദത്തിൻ്റെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് എല്ലാവരിലും ഉണ്ടെന്നല്ല. ഇപ്പം ഒരു ഭയം ക്രിയേറ്റ് ചെയ്ത് കുട്ടികളെ ഭയങ്കര ഡോമിനേറ്റ് ചെയ്ത് വളർത്തുക എന്ന് പറയുന്നത്, പേടിപ്പിച്ച് വളർത്തുക എങ്ങനെയോ എല്ലാവരുടെ തലയിൽ വന്നു. അതെ അതെ, ആ ഒരു സിസ്റ്റത്തിനോടാണ് എനിക്ക് പേഴ്സണലി ഒരു എതിർപ്പുള്ളത്. കാരണം ഇപ്പം അത് എല്ലാവരും മാറി. ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ പോലും കുട്ടികളെ തല്ലാറില്ല. അപ്പം ആ ഒരു കൾച്ചറേ മാറിയില്ലേ. അപ്പം അങ്ങനെയല്ല, അവർക്ക് ഇപ്പം നമ്മളെക്കാൾ അപ്ഡേറ്റഡ് ആണ് അവർ. തല്ലിയില്ലെങ്കിൽ പോലും അവർക്ക് കൊടുക്കുന്ന ഇമോഷണൽ ട്രോമ വലുതാണ്. അതെ അതെ, ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളൊരു 10-20 വയസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കാൾ അപ്ഡേറ്റഡ് ആണ് ഒരു 5 വയസ്സുള്ളൊരു പയ്യൻ നമ്മളടുത്ത് ചോദിക്കുന്ന ഡൗട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളൊന്ന് റെഫർ ചെയ്തിട്ട് വേണം അവൻ്റെ അടുത്ത് മറുപടി പറയാൻ. അപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാലത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടാണ് ഇരിയുടെ അവിടെ അങ്ങനെ നമ്മൾ വഴക്ക് പറഞ്ഞ് അവൻ്റെ ഭാഗം കേൾക്കാതെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയങ്കര ചെറുതല്ല അവൻ, എന്തിനാ എൻ്റെ അടുത്ത് തിരിച്ച് പറയേണ്ട കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഡൗട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ നമ്മളത് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ് അതെന്താ കാര്യം, അതിൻ്റെ റീസൺ ഒന്ന് പറയോ. അവർ വളരെ മാന്യമായിട്ടാണ് തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് വീണ്ടും തിരിച്ച് ഷൗട്ട് ചെയ്ത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇങ്ങനെയല്ലേ സംശയം ചോദിച്ചിരുന്നത്. പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളന്ന് ചിന്തിക്കാനുള്ളൊരു അത് കാലത്തിൻ്റെ വ്യത്യാസമായിരിക്കാം, അപ്ഡേഷൻ്റെ വ്യത്യാസമായിരിക്കാം. അത് എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ജീൻ അങ്ങനെയാണ്. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഒരു മെൻറ്റാലിറ്റി മാറണം എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.